ഹായ് എവരിവൺ, വേദഗണിതം വേദിക് മാത്സിന്റെ 30-ാം അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. അപ്പോൾ ഈ ഒരു അധ്യായത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ചെറിയൊരു മൾട്ടിപ്ലിക്കേഷൻ ട്രിക്ക് ആണ്. സിമ്പിൾ ആയിട്ട് 2 ഡിജിറ്റ് നമ്പറിന്റെ ഒരു മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. സ്പെഷ്യാലിറ്റി ഉണ്ട്, ആ നമ്പേഴ്സിന്റെ സ്പെഷ്യാലിറ്റി നോക്കിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഇവിടെ എഴുതിയിരിക്കുന്ന ഹെഡിങ് നോക്കാം. മൾട്ടിപ്ലിക്കേഷൻ ഓഫ് നമ്പേഴ്സ് വിത്ത് യൂണിറ്റ് പ്ലേസ് 1. അതായത് 2 നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതിന്റെ യൂണിറ്റ് പ്ലേസ് 1 ആണെങ്കിൽ അതിന്റെ ആൻസർ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് ഒറ്റ ലൈനിൽ ആൻസർ എഴുതുക എന്നുള്ളതാണ് എപ്പോഴും ബേസിക് മാത്സിൽ നമ്മൾ ചെയ്യുന്ന മെത്തേഡുകൾ അല്ലെ. ഒറ്റ ലൈനിൽ തന്നെ നമുക്ക് എന്ത് കിട്ടണം, പെട്ടെന്ന് തന്നെ ആൻസർ കിട്ടണം. അപ്പൊ ഇവിടെ എഴുതിയിരിക്കുന്ന നമ്പേഴ്സ് നോക്കാം. 31 into 41, 31 into 51, 41 into 61 ഇങ്ങനെയുള്ള നമ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ ഈസി ആയിട്ട് ഒറ്റ സ്റ്റെപ്പിൽ പെട്ടെന്ന് തന്നെ എങ്ങനെ എഴുതാം, അല്ലെ മെന്റൽ കാൽക്കുലേഷൻ വെച്ച് തന്നെ എങ്ങനെ എഴുതാം എന്നുള്ളതാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഓക്കെ, 31 into 31 ഫസ്റ്റ് എക്സാമ്പിളിലേക്ക് പോവാം. 31 into 31 എപ്പോഴും യൂണിറ്റ് പ്ലേസ് എന്തായിരിക്കും? 1. ആൻസറിന്റെ യൂണിറ്റ് പ്ലേസ് 1 തന്നെയായിരിക്കും. അതായത് 1 into 1 1. ഇനി ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. 4ഉം 3യും തമ്മിൽ ആഡ് ചെയ്യാം. 10th പ്ലേസ് തമ്മിൽ ആഡ് ചെയ്യാം. 4 plus 3 എന്ന് പറയുന്നത് 7 ആണ്, അവിടെ എഴുതുന്നു. ഇനി ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. 4 into 3 എന്ന് പറയുന്നത് 12 ആണ്. സോ ആൻസർ കംപ്ലീറ്റ്. ഡയറക്റ്റ് 1 എഴുതുന്നു, അത് കഴിഞ്ഞ് 10th പ്ലേസ് തമ്മിൽ ആഡ് ചെയ്യാം, ആൻസർ എഴുതുന്നു. 10th പ്ലേസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആൻസർ എഴുതുന്നു. കഴിഞ്ഞാൽ ഈ ഒരു മൾട്ടിപ്ലിക്കേഷന്റെ ആൻസർ കംപ്ലീറ്റ് ആയി. ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം. 1 ആണ്, യൂണിറ്റ് പ്ലേസ് 1 തന്നെയായിരിക്കും, വേറെ ചേഞ്ച് ഇല്ല. ഇനി 10th പ്ലേസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 10th പ്ലേസ് 5ഉം 3 ആഡ് ചെയ്യുന്നു. 5ഉം 3 ആണ്. 5 plus 3 എന്ന് പറയുന്നത് എന്താണ്? 8 ആണ്. ഇനി മൾട്ടിപ്ലൈ ചെയ്യാം. 5ഉം 3 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 15 ആണ്. സോ ആൻസർ കംപ്ലീറ്റ് ആയി. ഓക്കെ, അടുത്തത് 41 into 61 ആണ്. 1 എഴുതി. 6ഉം 4ഉം തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 10 ആണ്. 0 എഴുതി. 1 ബാലൻസ് ഉണ്ട്. 6 into 4 24 അല്ലെ. മൾട്ടിപ്ലൈ ചെയ്യണം. 2 തമ്മിൽ ആഡ് ചെയ്യാം, അത് കഴിഞ്ഞ് മൾട്ടിപ്ലൈ ചെയ്യാം. ആഡ് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം. 6 into 4 24 plus 1 25. സോ 2501 കിട്ടും അല്ലെ. ഇപ്പൊ യൂണിറ്റ് പ്ലേസ് 1 ആണെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാനുള്ളൊരു സിമ്പിൾ കാൽക്കുലേഷൻ ആണ്. അപ്പൊ കുട്ടികൾക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ മാത്സിൽ കുറച്ചുകൂടി ഇൻട്രസ്റ്റ് വരും. അതിന് വേണ്ടിയിട്ടാണ് സിമ്പിൾ ആണെങ്കിൽ പോലും ആ ഒരു മെത്തേഡ് കൂടെ നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്, ഈ ഒരു ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പൊ യൂണിറ്റ് പ്ലേസ് 1 ആണെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. അപ്പൊ നമുക്ക് 1-2 എക്സാമ്പിൾ കൂടെ ചെയ്ത് നോക്കാം. 91 into 31. ഓക്കെ, ഇപ്പൊ 91നെ 31 കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പൊ യൂണിറ്റ് പ്ലേസ് 1 ആണെങ്കിലാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ 1 into 1 1 കിട്ടും. 1 തന്നെ എഴുതാം. യൂണിറ്റ് പ്ലേസിൽ 1 മാത്രമേ വരുള്ളൂ. ഇനി എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. 9 plus 3 എന്ന് പറയുന്ന 12 ആണ്. 2 എഴുതി. 1 ബാലൻസ്. 9 into 3 27 plus 1 28 കിട്ടും. ഇതുപോലെ മറ്റൊരു എക്സാമ്പിളോട് ചെയ്തിട്ട് മൈൻഡപ്പ് ചെയ്യാം. 71 into 41. ഓക്കെ, ചെയ്ത് നോക്കാം. പെട്ടെന്ന് തന്നെ ആൻസർ മെന്റൽ കാൽക്കുലേഷൻ വഴി തന്നെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ മെനക്കെന്റെ ആവശ്യമില്ല. 1 എഴുതുന്നു. 7 plus 4 11 ആണ് അല്ലെ. 1 ബാലൻസ് കിട്ടി. 7 into 4 എന്ന് പറയാൻ 28 ആണ്. 28നോട് 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 29 കിട്ടും. 2911 കിട്ടും. ഓക്കെ, അപ്പൊ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്. ഇത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, മെന്റൽ കാൽക്കുലേഷനും അല്ലെങ്കിൽ കാൽക്കുലേഷൻ സ്പീഡൊക്കെ നമുക്ക് ഇൻക്രീസ് ചെയ്തെടുക്കാൻ പറ്റും. ഇൻട്രസ്റ്റും വരും. മാത്സിലൊക്കെ ഇൻട്രസ്റ്റ് വരാനും ഇങ്ങനെയുള്ള സിമ്പിൾ കാൽക്കുലേഷൻസ് പഠിപ്പിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു വീഡിയോ ആയി കാണുന്നത് വരെ